ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒറ്റയ്ക്കോ കൂട്ടമായോ ആരെയൊക്കെ സംശയിക്കാം? മാളിയേക്കൽ ഔസേപ്പച്ചൻ, കോളാടി വർക്കി, DYSP സത്യദാസ്, ബാഹുലയൻ, വേണമെങ്കിൽ മോനിച്ചൻ, പിന്നെ അടിയോടിയും. അത് ഇത്തിരി കൂടുതലായി പോയി. കൂടുതലൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സംശയിക്കാം. പിന്നെ ആരുമില്ല സർ. വീണ്ടും പ്രധാനപ്പെട്ട ഒരാളെ വിട്ടു. ഡോക്ടർ വിജയലക്ഷ്മി, ഫോറൻസിക് സർജൻ. യെസ്, മറവി ഈ പണിക്ക് പറ്റിയതല്ല മോനെ. മരിക്കുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സുമായി നടത്തിയെന്ന് പറയുന്ന ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം. നമ്മുടെ അമ്പിസാമയ്ക്ക് നാദാമംഗലം ട്രേസ്റ്റ് ഓഫീസിൽ പരിചയക്കാരുണ്ടാവും. ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. കറക്റ്റ് ചെയ്യാം സർ. നമുക്ക് മിസ്റ്റർ നായരെ ഒന്ന് വിളിക്കണം. ഇതുവരെ ഉണ്ടായ ഡെവലപ്മെന്റ്സ് അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണ്ടേ? സർ. എക്സ്ക്യൂസ് മീ, ദയവേത് സാറിന്റെ മുമ്പിൽ വെച്ച് ഇനി ഇതുപോലെ പറയരുത്. അതിന് ഞാൻ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. സത്യവും പറയരുത്, എന്റെ കോൺഫിഡൻസ് ആകെ പോവും. ശരി, പറയില്ല. താങ്ക് യു. എന്നാലും ഇങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. എനിക്ക് ഇവിടെ വരുമ്പോ മാത്രമായി മറവി. മറവി മാത്രല്ല, ഈ വിറയലും വിയർക്കലും ഒക്കെ ഇവിടെ വരുമ്പോ മാത്ര. നിങ്ങളെ കാരണം. സോറി, എനിക്ക് പേരറിയില്ല. ഇതുവരെയായിട്ടും അറിയില്ല? ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എന്റെ പേര് രചന. ഇനി ഞാൻ മറക്ക മാട്ടെ. ഗംഗയുടെ കരകൾ ഇയാളുടെ പേരെന്താ പറഞ്ഞത്? വെണ്ടർ കൃഷ്ണൻ. വെറും വെണ്ടറല്ല, ചെറുശ്ശേരി വെണ്ടർ കൃഷ്ണൻ. ഇവൻ അറിയാത്ത ഒറ്റ രജിസ്റ്റർ ഓഫീസും കേരളത്തിലുണ്ടാവില്ല. അതെ, വെണ്ടർമാരുടെ അസോസിയേഷൻ മെമ്പറാണ്. അയ്യോ, വെറും മെമ്പർ അല്ല, സെക്രട്ടറി. മിസ്റ്റർ വെണ്ടയ്ക്ക കൃഷ്ണൻ. വെണ്ടയ്ക്ക അല്ല, വെണ്ടർ കൃഷ്ണൻ. സോറി, വെണ്ടർ കൃഷ്ണൻ. നാദാമംഗലം രജിസ്റ്റർ ഓഫീസിലൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. അവസാനം നമ്മൾ ചെല്ലുമ്പോ അമ്മ കൈമലർത്തുവോ? നോ, ഒക്കെ റെഡി. ഹലോ, അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ചെല്ലുമ്പോ ലത്തീഫ് ചോദിച്ച കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ഒരു ദിവസം എത്ര ലക്ഷം കൈക്കൂലം പറയുന്ന സ്ഥലമാണെന്നറിയൂ. വാങ്ങിയാലും കൊടുക്കണം, വിറ്റാലും കൊടുക്കണം, എല്ലാം കള്ളന്മാരാക്കും. ആക്കും, ആമാ, ആ ഇല്ലെങ്കിൽ ആക്കും. ആഹാ, ഇവിടെ എത്തിയല്ലേ. അകത്തുള്ള പലർക്കും നമ്മുടെ തൊഴിൽ തന്നെയാ മോഷണം. ഒരു കരാറുണ്ടാക്കിയാൽ നമ്മുടെ ജോലി അവര് തന്നെ ചെയ്തു തരും. വാങ്ങട്ടെ, ഉത്തരപത്രം വാങ്ങട്ടെ. ഇന്നെന്റെ ആശാനില്ലേ, അന്നൊപ്പുണ്ടായ ആളെ, മൂപ്പര് വേറെ റൂട്ടിലായിരിക്കും അല്ലേ. നമ്മുടെ കുങ്കുമക്കുറിയൻ. ആരാ ഇത്? ഞങ്ങളും പഴയ സെറ്റപ്പാ. എനിക്ക് എല്ലാം അറിയാവട്ടോ. നിങ്ങളെ കണ്ട കള്ളനെന്ന് തോന്നുകയില്ല. ഇവനെ കണ്ടറിയാം, അപ്രന്റീസ് കള്ളൻ. അതെ, 3 പേരും കൂടി റൈസ് ഓഫീസ് അടിച്ച് മാറ്റുമോ? ഒരു മിനിറ്റ്, എന്താ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. എന്താ ഡൗട്ട്? പറയൂ, കേക്കട്ടെ. പറയാം. മോഷണത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞുതരാം കേട്ടോ. കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണോ. ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തോന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. വെരി ഗുഡ്. ഇതാ ലത്തീഫ് സാർ, LD ക്ലർക്കാ. ഇത് ചാക്കോ സാർ. മനസ്സിലായി. നമുക്ക് അകത്തോട്ടിരിക്കാം. ചെല്ലാട്ടെ. തടിച്ചു ഉയരാതെ പമ്പർ 1, തെറിച്ചു പല്ല് 2. നാളെ നാളെ നാളെ. പല സർവേ നമ്പറുകളിലായി കെട്ടിടങ്ങൾ, തെങ്ങിൻതോപ്പുകൾ, വെറും ഭൂമി, ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉൾപ്പെടെ 9 ഡീൽ മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സിന്റെ പേരിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഈ ആധാരമൊക്കെ ക്രമത്തിലാണോ നടന്നിരിക്കുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനായിട്ട് വില കുറച്ച് കാണിച്ചതൊഴിച്ചാൽ എല്ലാം ക്രമത്തിലാണ്. ഇനി അതിനൊക്കെ അപ്പുറം എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കേ കഴിയും. നടന്ന പ്രമാണങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കച്ചവടത്തിലൊക്കെ ഇൻഡയറക്ട്ലി പാർട്ട്ണറാണ് ബാഹുലയൻ. ഉദാഹരണത്തിന് അതിൽ ഐറ്റം നമ്പർ 5 സൂര്യ ഷോപ്പിംഗ് കോംപ്ലക്സ്.
ഉദ്ദേശം 3-3.5 കോടി രൂപ വിലമതിക്കുന്ന പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന വില വെറും 1 കോടി. വാങ്ങിയ ഉടൻ മറിച്ചു വിറ്റിട്ടുണ്ട് 1,05,00,000. വാങ്ങിയത് ബാഹുല എന്റെ ബിനാമി, അയാളുടെ അനിയത്തി സത്യഭാമയുടെയും ഭർത്താവ് ശാർങ്കധരന്റെയും പേരിൽ. അന്ന് അതിനെ ചൊല്ലൊരു വിജിലൻസ് കേസ് ഉണ്ടായി. അതൊക്കെ ഏത് ചവറ്റുകെട്ടെ പോയെന്നുള്ളത് കർത്താവിന് പോലും അറിയില്ല. അയാൾ പഠിച്ച കള്ളനാണ് സാർ. കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. കേവലം കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനുള്ള ഒരു ചെറിയ സഹായം മാത്രമേ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണവും താങ്കൾ തന്നെയാണ്. മനസ്സിലായില്ലേ ഗണേഷ്? സർ, എടോ, ഈ ബിനാമി ഇടപാട് മാത്രമല്ല, ഇതുപോലെ വേറെ ബിനാമി ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നടത്തുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകം ടാക്സിന്. അത് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞു എന്നല്ലാതെ. എന്നാൽ ഒട്ടും തമാശയില്ലാത്തൊരു കാര്യം പറയട്ടെ. CBI ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തെ കുറിച്ചാണ്. ആ കൊലപാതകത്തിന്റെ ലാഭത്തിൽ പങ്കുപറ്റിയ ആളും കൊലപാതക തന്നെയാണ്. അണ്ടർ സെക്ഷൻ 120B, പാർട്ട് ഓഫ് കോൺസ്പിറസി. ഈ കേസ് ഇത്രയും കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിക്ക് അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ദാക്ഷിണ്യം പ്രതീക്ഷിക്കാം. മറിച്ച് ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല രീതി. എന്തിന്റെ പ്രത്യുപകാരമായിരുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്? അതിനു പകരം എന്താ നിങ്ങൾ സാധിച്ചു കൊടുത്തത്? ഈ ട്രാൻസാക്ഷന് പിന്നിലെ ഹിഡൻ അജണ്ട എന്തായിരുന്നു? പറഞ്ഞേ തീരൂ ബാഹുലയ. പറയാം. ഒരു ശനിയാഴ്ച രാത്രിയാണ് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടവും ശവടക്കം കഴിഞ്ഞ് എന്നെ കാണാൻ ഔസപ്പച്ചനും വർക്കിയും സത്യദാസും കൂടെ വന്നിരുന്നു. മാണിക്കുഞ്ഞിനെയും മരുമകളെയും ഏതോ കള്ളന്മാർ കൊന്ന് ആ വീടാകെ കൊള്ളയടിച്ചു. നമ്മൾ ഉടൻ നീങ്ങിയില്ലെങ്കിൽ ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവൻ ഏതെങ്കിലും മുള്ളിയാത്തെറിച്ച ബന്ധുക്കൾ വന്ന് കൈക്കലാക്കും. ഞാനിപ്പോഴെന്താ ചെയ്യേണ്ടത്? മാണിക്കുഞ്ഞ് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്വത്തുക്കൾ പാർട്ട്നേഴ്സിന്റെ പേരിൽ വിറ്റതായിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും റെഡിയാണ്. ആവശ്യമുള്ള ഒപ്പും കൈരേഖകളും അടക്കം. അതിന് സ്വത്തുക്കൾ ആരാർക്ക് എപ്പോ വിറ്റു? ഇപ്പോ വിറ്റു. ഹാ എടോ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിറ്റെന്ന് കൂട്ടിക്കോ. മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പലത്തെ ഡേറ്റുകളിൽ വാങ്ങിയ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയതാണ് ഈ പ്രമാണങ്ങളെല്ലാം. വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന വസ്തുക്കളുടെ എല്ലാം പ്രമാണങ്ങൾ ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ കൃത്യമായി സർവേ നമ്പർ അടക്കം എലിക തിരിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. പ്രമാണങ്ങളുള്ള മാണിക്കുഞ്ഞിന്റെ ഒപ്പും കൈരേഖയും ഒറിജിനലാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒറിജിനലിനൊക്കെ പെർഫെക്റ്റ് ആണെന്നാണ് അവർ എന്നോട് മറുപടി പറഞ്ഞത്. എന്നിട്ട് ആ ഡോക്യുമെന്റുകൾ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ട ദിവസം ശനിയാഴ്ച പകൽ ഓഫീസിൽ ഇരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തായിട്ട് വരുത്തണം. അപ്പൊ ബാഹുലൻ എന്ത് പറഞ്ഞു? എന്ന് തോന്നിയ ദിവസം നിങ്ങൾ ഈ പറയണേ. വിൽക്കുന്ന ആൾ നേരിട്ട് രജിസ്റ്റർ ഓഫീസിൽ വന്ന് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും തമ്പ് ഇംപ്രഷൻ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പൊ ചത്ത് കുഴി കിടക്കുന്ന ആളെ എങ്ങനെ കൊണ്ടുവരാനാ? നടക്കില്ല. ഇവിടെയാണ് രജിസ്ട്രാർ സാറിന്റെ ചെറിയൊരു സഹായം ഇവർക്ക് വേണ്ടത്. കുറെ നേരത്തേക്ക് ഓഫീസിലുള്ള രജിസ്റ്ററും തന്നയച്ചാൽ ഒപ്പും വേണ്ട കൈരേഖകളും ഈ ലോകത്തൊരാൾക്കും സംശയം വരാത്ത രീതിയിൽ ഇടിച്ച് തിരികെ കൊണ്ട് തന്നേക്കാം. അല്ല അതിപ്പോ അവശേപിച്ചോ തരും. അതിന് പ്രത്യുപകാരമായി അവരാ ഷോപ്പിംഗ് കോംപ്ലക്സ് എനിക്ക് ഓഫർ ചെയ്തു. അത് നിരസിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ സമ്മതം മൂടി. അന്ന് ഞായറാഴ്ച ഓഫീസ് തുറന്ന് ഞായറാഴ്ച രാത്രി തന്നെ ആവശ്യമുള്ള ഒപ്പും കൈരേഖകളും ഇട്ട് അവരാ രജിസ്റ്റർ തിരിച്ചു തന്നു. അതാത് ദിവസം രജിസ്റ്റർ ക്ലോസ് ചെയ്യണ്ടല്ലേ? പിന്നെന്താ ഞായറാഴ്ച? സാധാരണ രജിസ്റ്റർ അതാത് ദിവസം ക്ലോസ് ചെയ്യും. പക്ഷെ ശനിയാഴ്ച തിരക്ക് കൂടുതലുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ക്ലോസ് ചെയ്യാറുള്ളൂ. ആ ശനിയാഴ്ച രജിസ്റ്റർ ക്ലോസ് ചെയ്തിരുന്നില്ല. ഇനി ക്ലോസ് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കും. 3.5 കോടിയുടെ ഓഫർ അല്ലേ അപ്പുറത്ത് കിടക്കുന്നത്. ഈ മാണിക്കുഞ്ഞിന്റെ ഒപ്പും വിരലടയാളവും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു? ഏതൊപ്പം അനുകരിക്കാൻ കഴിവുള്ളൊരു ഫ്രോഡിനെ സത്യദാസിന് അറിയാം. അവനാ മാണിക്കുഞ്ഞിൻ്റെ ഒപ്പിട്ടത്. പക്ഷെ കൈരേഖ എങ്ങനെ ഒപ്പിച്ചെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവർ പറഞ്ഞില്ല. ഇതിനെക്കുറിച്ച് അന്നുണ്ടായ വിജിലൻസ് കേസ് ഇതിലാണ് ഒതുക്കിയത്.